മനോരമ ന്യൂസ് സി വോട്ടർ മെഗാ ഇലക്ഷൻ സർവേയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ല കംപ്ലീറ്റ് UDF തൂത്തുവാരുമെന്നാണ്. ഓരോ സർവേകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ 49% വോട്ടാണ് UDF നേടുമെന്നാണ് പ്രവചനം. 34% LDFിൻ്റെ വോട്ട് വിഹിതം. അപ്പോൾ 34 പോയിട്ട് 15% വോട്ട് പിടിക്കും. NDA 10% ഒതുങ്ങിപ്പോകും. ജില്ലയിൽ UDF 14 മുതൽ 16 സീറ്റ് വരെ ജില്ലയിൽ പിടിച്ചാലും അത്ഭുതമില്ല. LDF 0 മുതൽ ചിലപ്പോൾ 0 പോകാം, 2 സീറ്റ് വരെ പരമാവധി. താനൂരിലാണ് ഏറ്റവും കടുത്ത മത്സരം നടക്കുന്നത്. PK നവാസിനാണ് അവിടെ കടുത്ത മത്സരം നടക്കുന്ന അവിടെ മേൽക്കൈ ഉള്ളത്. തവന്നൂരിൽ VS ജോയ് ജയിക്കുമെന്നാണ് പ്രവചനം. അതൊരു വലിയ പ്രവചനമാണല്ലോ. KT ജലീൽ തോറ്റുപോകും, VS ജോയ് ജയിക്കും. VS ജോയ് മലപ്പുറം ജില്ലാ പ്രസിഡന്റാണ്, DCCയുടെ. അങ്ങനെ വലിയൊരു ജനസ്വാധീനമുള്ള നേതാവാണ്. പക്ഷേ തവന്നൂരിൽ VS ജോയ് ജയിക്കുമെന്നാണ് പറയുന്നത്. കോഴിക്കോട് ജില്ലയിൽ 40% വരെ UDF നേടിയേക്കുമെന്നാണ് സർവേയിൽ പറയുന്നത്. അപ്പോൾ കോഴിക്കോട്, മലപ്പുറം ജില്ലകൾ UDF കൊണ്ടുപോകും. LDFന് 39%, 1% കുറവേ ഉള്ളൂ. NDAക്ക് 6 മുതൽ 8% വരെ, LDFന് 6 മുതൽ 8 വരെ സീറ്റ് LDFന് ലയിച്ചേക്കാം. ജില്ലയിൽ മുന്നേറ്റം നടത്തുന്ന UDF 5 മുതൽ 7 വരെ സീറ്റ്. അപ്പോഴും LDFനാണ് ഒരു ചെറിയ അപ്പർ എഡ്ജ് ഉള്ളത്. കടുത്ത മത്സരം നടക്കുന്ന കുറ്റ്യാടി പലപ്പോഴും ഒരു LDF മണ്ഡലമാണ്. പാറയ്ക്കൽ UDF സ്ഥാനാർത്ഥി പാറയ്ക്കൽ അബ്ദുള്ളയ്ക്കാണ് നേരിയ മുൻതൂക്കം. അപ്പോൾ കാര്യങ്ങളിങ്ങനെ തിരിഞ്ഞു വരുന്നത്. അതിൽ പേരാമ്പ്രയിൽ ഒരു മുസ്ലിം വനിത, ഒരു ചെറുപ്പക്കാരിയാണ് മത്സരിക്കുന്നത്. അവർ വലിയ തേരോട്ടം അവിടെ നടത്തിയിരിക്കുകയാണ്. അത് ചിലപ്പോൾ അവർ ജയിച്ചാലും അത്ഭുതമില്ല. അതുപോലെ തന്നെ വലിയ മത്സരം നടക്കുന്നതാണ്. മുഹമ്മദ് റിയാസും PV അൻവറും തമ്മിൽ കട്ടയ്ക്കാണ് മത്സരം നടക്കുന്നത്. ഇഞ്ചോടിഞ്ചാണ് പോരാട്ടം. ആർക്കും എന്തും സംഭവിക്കാം. വയനാട്ടിൽ UDF 45% വോട്ട് നേടുമെന്നാണ്. LDF 33% വോട്ടേ നേടുകയുള്ളൂ. NDA 16% വോട്ട് നേടിയേക്കും. LDF പരമാവധി 1 സീറ്റ് വരെ നേടുമെന്നാണ് സർവേയിൽ പറയുന്നത്. UDF 2 വരെ 3 സീറ്റ് വരെ നേടിയേക്കാം. അപ്പോൾ വയനാട്, മലപ്പുറം, കോഴിക്കോട് ഈ 3 ജില്ലകളിൽ UDFിൻ്റെ തേരോട്ടമെന്നാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ അതിൽ ഈ ലീഗിൻ്റെ വളരെ വലിയ അപ്രമാദിത്വം ഉണ്ടാകും എന്നാണ് പറയുന്നത്. മലപ്പുറത്തേക്ക് വേങ്ങരയിൽ നിന്ന് PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട്. ഇന്നലെയാണ് മറ്റൊരു വാർത്ത അറിഞ്ഞത്. 29ാമത്തെ വയസ്സിൽ കേരളത്തിലെ ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള, അന്ന് പിന്നെ അതിനുശേഷം 25 വയസ്സിൽ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് മേയറായി. അപ്പോൾ പക്ഷേ അന്നത്തെ പഴയ കാലത്ത് 29 വയസ്സിൽ മലപ്പുറം ജില്ലയിലെ മലപ്പുറം മുനിസിപ്പാലിറ്റിയുടെ നഗരസഭയുടെ ചെയർപേഴ്സണായിട്ട് വന്ന കുഞ്ഞാലിക്കുട്ടി ഒരുപാട് മണ്ഡലങ്ങളിലൊക്കെ പോയി മത്സരിച്ചു. വേങ്ങരയിൽ മത്സരിച്ചു. പിന്നെ വ്യവസായ വകുപ്പ് മന്ത്രിയൊക്കെയായി. ഇപ്പോൾ വീണ്ടും കറങ്ങി മലപ്പുറത്തെത്തിയിരിക്കുകയാണ്. അതും വലിയ മുന്നേറ്റമാണ്, വലിയ ഒരു ആവേശമാണ് മലപ്പുറത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ UDFിൻ്റെ തരംഗമാണെന്നും മലപ്പുറം ജില്ലയിൽ UDF തൂത്തുവാരിയാലും അത്ഭുതമില്ല എന്നും തവന്നൂരിൽ KT ജലീൽ വെള്ളം കുടിച്ചുള്ള മത്സരമാണെന്നും അവിടെ VS ജോയ് ജയിക്കുമെന്നും അപ്പുറത്ത് ബേപ്പൂർ എടുത്തു കഴിഞ്ഞാൽ ബേപ്പൂരിൽ വലിയ മത്സരമാണ് നടക്കുന്നതെന്നും മുഹമ്മദ് റിയാസ് തോറ്റുപോയാലും അത്ഭുതമില്ല എന്നുള്ള നിലയിൽ ആ 3 ഭാഗത്തെയും കുറിച്ചുള്ള 3 അതായത് മലബാറിലെ 3 ജില്ലകളെക്കുറിച്ചുള്ള സർവേ മനോരമ സി ന്യൂസ് പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ സി വോട്ടർ മെഗാ ഇലക്ഷൻ സർവേയിലാണ് അത് പുറത്ത് വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഓരോ ദിവസം കഴിയും തോറും ഇഞ്ചോടിഞ്ചാണ് പോരാട്ടം നടക്കുന്നത്. ഒരുപാട് സർവേകളിൽ UDF വരുമെന്ന് പറയുന്നു. അത്രത്തോളം സർവേകളിൽ തന്നെ LDF വരുമെന്ന് പറയുന്നു. നിയമം മാത്രമാണ് NDA പിടിക്കുമെന്ന് പറഞ്ഞിടത്തുനിന്ന് മാറി 7 സീറ്റുകൾ വരെ ആളുകൾ പ്രവചിച്ചു തുടങ്ങി. 3 സീറ്റുകൾ വരെ പ്രവചിച്ച പ്രവചനങ്ങളുണ്ട്. ഇപ്പോൾ 3 മുതൽ 7 സീറ്റ് വരെ BJPക്ക് പ്രവചനം നടത്തിയിട്ടുള്ള കാര്യം. അപ്പോൾ ചുരുക്കത്തിൽ പിന്നെ തൂക്ക് മന്ത്രിസഭ വരുമോ എന്ന് പോലും അത്ഭുതപ്പെടേണ്ടി വരും. ചിലപ്പോൾ അത്ഭുതപ്പെടാം. കാരണം 65 അല്ല 67 അല്ലെങ്കിൽ പിന്നെ ഇവർ 6-7 സീറ്റ് പിടിച്ചു. അതായത് 65-നും 70-നും സീറ്റുകൾ UDF LDFും പിടിക്കുകയും ബാക്കി വരുന്ന 6-7 സീറ്റുകൾ BJP പിടിക്കുകയും ചെയ്താൽ ഒരു തൂക്ക് മന്ത്രിസഭയായിരിക്കും വരുന്നത്.
അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ഇനി അങ്ങനെ വരുമോ, ഒന്നുകൂടി ഇലക്ഷൻ നടക്കുമോ, ഒരുപാട് സാധ്യതകളാണ് ഇപ്പോൾ കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്. അങ്ങനെ വരുമ്പോഴും മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ UDFൻ്റെ തേരോട്ടമാണ്. അതിലൊരു സീറ്റിൻ്റെ എണ്ണത്തിൽ കോഴിക്കോട് ഒരു ചെറിയ വ്യത്യാസം LDFന് കിട്ടുമെങ്കിലും ബാക്കി 2 സ്ഥലങ്ങളിലും മലപ്പുറത്തും വയനാടും കൊണ്ടത് കവർ ചെയ്യുകയും അവിടെ 3 ജില്ലയും കൂടി കണക്കാക്കുമ്പോൾ, കാരണം ഈ 3 ജില്ല അങ്ങനെ പറയാൻ കാരണം പിന്നെ കണ്ണൂരും കാസർഗോഡും മുസ്ലിം ഉണ്ട്, എങ്കിലും വലിയ സ്വാധീനമുള്ളത് മുസ്ലിം ലീഗിനും മുസ്ലിങ്ങൾക്കും വ്യക്തിപരമായും വലിയ കൂട്ടായ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് മലപ്പുറം, കോഴിക്കോട്, വയനാട്. പിന്നെ കണ്ണൂർ പോകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാടായി, പിന്നെ കാസർഗോഡ് ചെല്ലുമ്പോൾ മറ്റൊരു തരത്തിലേക്കായി. അപ്പോൾ എന്തായാലും ഈ 3 ജില്ലകളിലെ വോട്ടിൻ്റെ നിലവാരം വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ CPMന് വലിയ പരിക്കേൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണുള്ളത്. ഇപ്പോൾ CPMന് പറ്റിപ്പോയൊരു അപകടം നേരത്തെ KT ജലീലിനെയോ അബ്ദുറഹ്മാനെയോ അങ്ങനെയുള്ള പിന്നെ PV അൻവറിനെ പോലെയുള്ളവരെ വലിയ സ്വാധീനമുള്ള നേതാക്കളെ അല്ലെങ്കിൽ മുതലാളിമാരെ അല്ലെങ്കിൽ വ്യവസായികളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവരാൻ CPMന് മലപ്പുറത്ത് കഴിഞ്ഞുവെങ്കിൽ ഇപ്രാവശ്യം അത് കഴിഞ്ഞിട്ടില്ല. പല സ്ഥാനാർത്ഥികളും വളരെ അപരിചിതരും മണ്ഡലത്തിന് വേണ്ടാത്തവരും അല്ലെങ്കിൽ അവർ സ്വാധീനിക്കാൻ കഴിയാത്ത ഒരുപാട് പേരെയാണ് അവർ സ്വതന്ത്രരായിട്ടും അല്ലാതെയുമൊക്കെ CPM നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പൊന്നാനിയിലുൾപ്പെടെ മുഴുവൻ സ്ഥലങ്ങളിലും UDFൻ്റെ ഒരു തേരോട്ടമാണ് മലപ്പുറം, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ കാണുന്നതെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്.